Hi students, welcome back to 10th State Crash Class conducted by Archana Study Center. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 8th ചാപ്റ്റർ ആയ ടാൻജൻസ് എന്ന ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് ആയ ചില കൺസെപ്റ്റുകളും അതുമായി റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എക്സാം ഓറിയന്റഡ് ആയിട്ട് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ നമുക്ക് പെട്ടെന്ന് ഒന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ ടാൻജൻസിൽ ആദ്യം നമ്മൾ പറയുന്ന കൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ ടാൻജൻസ് എന്താണെന്ന് അറിയാം അല്ലെ. ഒരൊറ്റ പോയിന്റിൽ മാത്രം സർക്കിളിൽ ടച്ച് ചെയ്യുന്ന പോയിന്റ് ആണ് ടാൻജൻസ് എന്ന് പറയുന്നത് അല്ലെ. നോക്കൂ, ഇവിടെ നോക്കിയേ, ഇതൊരു ടാൻജന്റ് ആണ്. സർക്കിളിൽ ഒരൊറ്റ പോയിന്റിൽ മാത്രമേ ടച്ച് ചെയ്തിട്ടുള്ളൂ അല്ലെ. അപ്പൊ ഈ ടാൻജൻസ് എപ്പോഴും ഈ റേഡിയസിന് ഉണ്ടാക്കുന്ന ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. എന്താണ്, ഈ ടാൻജൻസ് വരയ്ക്കുകയാണെങ്കിൽ അത് റേഡിയസ് ആയിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ എപ്പോഴും എന്തായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. പഠിച്ചല്ലോ. ഓക്കെ, ഫസ്റ്റ് കൺസെപ്റ്റ് ഇതാണ്. ദ ടാൻജന്റ് അറ്റ് എ പോയിന്റ് ഓൺ എ സർക്കിൾ ഈസ് പെർപെൻഡിക്കുലർ ടു ദ ഡയാമീറ്റർ ത്രൂ ദ പോയിന്റ്. ഡയാമീറ്റർ ഓർ റേഡിയസ്, റേഡിയസിനായാലും ഡയാമീറ്ററിനായാലും ടാൻജൻസ് എത്രയായിരിക്കും മേക്ക് ചെയ്യുക? 90 ഡിഗ്രിയാണ് മേക്ക് ചെയ്യുന്നത്. അതാണ് ആദ്യത്തെ കൺസെപ്റ്റ്. അപ്പൊ ഇനി നെക്സ്റ്റ് കൺസെപ്റ്റിലേക്ക് പോവാം. ഇനി എ കോർഡിലേറ്റർ വിത്ത് വെർട്ടിസസ് അറ്റ് ദ സെന്റർ ഓഫ് ദി സർക്കിൾ, 2 points on it, the point where the tangents at this point meet a cyclic. അതായത് നമ്മളൊരു സർക്കിളില് രണ്ട് റേഡിയൈ എന്ന് പറയുമ്പോൾ രണ്ട് റേഡിയസിനിടയിൽ കൂടെ ഇവിടെ നോക്കിക്കേ, ഒരു സർക്കിളില് രണ്ട് റേഡിയസ് ഉണ്ട്. ആ റേഡിയസിലേക്ക് രണ്ട് പോയിന്റ് ടാൻജൻസ് വരയ്ക്കുന്നുണ്ട്. ഈ ടാൻജൻസ് മീറ്റ് ചെയ്യുന്നിടത്ത് നമുക്കൊരു പോയിന്റ് കിട്ടിയിട്ടുണ്ട് അല്ലെ. ഇങ്ങനെ ഒരു കോർഡിലേറ്ററിന്റെ പേരിടാം നമുക്ക്. എ ബി സി ഡി. ഇത് എപ്പോഴും എന്തായിരിക്കും? സൈക്ലിക് ആയിരിക്കും എന്നാണ് പറയുന്നത്. എന്താണ് സൈക്ലിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കോർഡിലേറ്ററിന്റെ 4 വെർട്ടീസസും ഒരു സർക്കിളിൽ ലേ ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് സൈക്ലിക് എന്ന് പറയാം. അപ്പൊ നമുക്ക് 2 വെർട്ടീസസ് ആ സർക്കിളിലെ ടാൻജന്റ് ആയി വരികയും ഒരെണ്ണം വെർട്ടീസസ് സെന്ററിലാവുകയും ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ഉണ്ടാക്കുന്ന കോർഡിലേറ്ററിൽ എന്തായിരിക്കും? അതൊരു സൈക്ലിക് കോർഡിലേറ്റർ ആയിരിക്കും. കോർഡിലേറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? 4 സൈഡുള്ള ഫിഗർ അല്ലെ, ഒരു സ്ട്രക്ചർ ആണ്. 4 സൈഡുള്ള നമുക്കൊരു ജോമെട്രിക് ഫിഗർ ആണ് എന്ത് പറയുന്നത്? കോർഡിലേറ്റർ. ആ കോർഡിലേറ്ററിന്റെ ഒരു വെർട്ടീസസ് സെന്റർ ഓഫ് ദി സർക്കിൾ ആവണം. ഇവിടെ നോക്കിക്കേ, ഡി സെന്ററിലല്ലേ കിടക്കുന്നത്. അതുപോലെ സിയും എയും എന്തിലാണ് കിടക്കുന്നത്? ടാൻജൻസ് ആണ്. സർക്കിളിൽ കിടക്കുന്ന പോയിന്റ് ആണ് വിച്ച് മേക്സ് ദ ടാൻജൻസ്. ടാൻജന്റ് ആണത് അല്ലെ. ഈ ഒരു ടാൻജന്റിന്റെ ഭാഗമായിട്ടാണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ എ ബി സി ഡി എന്ന് പറയുന്ന കോർഡിലേറ്റർ ഒരു സൈക്ലിക് ആയിരിക്കും. ക്ലിയർ ആണെന്ന് കരുതുന്നു. ഇതാണ് സെക്കൻഡ് പോയിന്റ്. മറ്റൊരു കൺസെപ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇൻ എ സർക്കിൾ ദ ആംഗിൾസ് ബിറ്റ്വീൻ ദ റേഡിയൈ ത്രൂ 2 points ആൻഡ് ആംഗിൾസ് ബിറ്റ്വീൻ ദ ടാൻജൻസ് ആർ സപ്ലിമെന്ററി. അപ്പൊ എന്താ പറയുന്നത്? ഒരു സർക്കിളില് രണ്ട് റേഡിയസ്, ആ റേഡിയസിലേക്ക് വരയ്ക്കുന്ന 2 പോയിന്റിലേക്ക് വരയ്ക്കുന്ന ടാൻജൻസ്, ഈ പോയിന്റ്സിലേക്ക് വരയ്ക്കുന്ന എ ബി എന്നീ പോയിന്റ്സിലേക്ക് വരയ്ക്കുന്ന ടാൻജൻസ്. അപ്പൊ ഈ ആംഗിൾ എന്തായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. ആണല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ട് എന്തായിരിക്കണം? ഇതൊരു കോർഡിലേറ്ററിലല്ലേ. അപ്പൊ ഈ ആംഗിളും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടണം? 180 കിട്ടണം. ദാറ്റ് ഈസ് സപ്ലിമെന്റ്. നമുക്കറിയാം ഒരു കോർഡിലേറ്ററിന്റെ ടോട്ടൽ ആംഗിൾ എന്ന് പറയുന്നത് 360 ഡിഗ്രിയാണ്. അപ്പൊ നമുക്ക് 2 എണ്ണം ടാൻജൻസ് ആണ്, 90 ഡിഗ്രിയാണ്. അപ്പൊ 180 ആണ്. അപ്പൊ സ്വാഭാവികമായും ഈ ആംഗിൾസ് നമുക്ക് പറയുകയാണെങ്കിൽ സി ഡി, ഈ 2 ആംഗിൾസും എന്തായിരിക്കണം? സപ്ലിമെന്ററി ആയിട്ട് വരും. ആംഗിൾ സി പ്ലസ് ഡി എന്ന് പറയുന്നത് എന്തായിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. ഇതാണ് മറ്റൊരു കൺസെപ്റ്റ്. ഇനി നമുക്ക് കുറെ പ്രൂഫുകളാണ് പഠിക്കാനുള്ളത്. അപ്പൊ അതിൽ ഇമ്പോർട്ടൻ്റ് ആയ 1-2 പ്രൂഫ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, നമുക്കൊരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. നമുക്ക് ഒരു ഫിഗർ തന്നിട്ടുണ്ട്. ഈ ഫിഗറിൽ നമുക്ക് 2 ടാൻജൻസ് ആണ്. എ പിയും ബി പിയും 2 ടാൻജൻസ് ആണ്. ഒ എയും ഒ ബിയും റേഡിയസ് ആണ്. നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് പ്രൂവ് ദ ടാൻജൻസ് ആർ സെയിം ലെങ്ത്. അതായത് എ പിയും ബി പിയും സെയിം ലെങ്ത് ആണെന്ന് അറിയണം. അപ്പൊ ഏതൊക്കെയാ ടാൻജൻസ്? ഒന്നുകൂടി നോക്കാം. ഏതൊക്കെയാ ടാൻജൻസ്? എ പി എന്ന് പറയുന്നതും ബി പി എന്ന് പറയുന്നതും ടാൻജൻസ് ആണ്. ഒ എയും ഒ ബിയും റേഡിയസ് ആണ്. ക്ലിയർ ആണല്ലോ. അപ്പോ ഇത് മേക്ക് ചെയ്യുന്ന ആംഗിൾ നമുക്കറിയാം എന്താണ്? 90 ഡിഗ്രി. ഈ ഒരു കൺസെപ്റ്റ് ആണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ആണല്ലോ. അതായത് റേഡിയസുമായി ടാൻജന്റ് മേക്ക് ചെയ്യുന്ന ആംഗിൾ എപ്പോഴും എന്തായിരിക്കും? 90 ഡിഗ്രിയാണ്. അപ്പൊ അത് നമ്മൾ മാർക്ക് ചെയ്തു. ഇനി 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് നമുക്ക് ഇതിനെ ഇവിടെ ഒരു ഒ പി വെച്ചിട്ട് ഡിവൈഡ് ചെയ്യാം. ഈ തന്നിരിക്കുന്ന കോർഡിലേറ്ററിനെ ഞാൻ ഒ പി എന്ന് പറഞ്ഞ ഒരു ലൈൻ ജോയിൻ ചെയ്തിട്ട് 2 റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ആക്കി മാറ്റി.
ഓക്കെ, അപ്പൊ നമുക്കൊന്ന് നോക്കിയേക്കാം. ആദ്യത്തെ ട്രയാങ്കിൾ എന്ന് പറയുന്നത് OPBയും ഒരെണ്ണം OPAയും ആണ് അല്ലെ. റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് വരുന്ന OP എന്ന് പറയുന്നത് ഈ ട്രയാങ്കിളിനെ സംബന്ധിച്ച് ഹൈപ്പോട്ടനസ് ആണ്. അതുപോലെ OAP എന്ന് പറയുന്ന ഒരു ട്രയാങ്കിളിനെ കൺസിഡർ ചെയ്യുമ്പോൾ A ഒരു പെർപെൻഡിക്കുലർ ആണെങ്കിൽ അതിന് ഓപ്പോസിറ്റ് കിടക്കുന്ന OP എന്താണ്? ഹൈപ്പോട്ടനസ് ആണ് അല്ലെ. അപ്പൊ രണ്ട് ഹൈപ്പോട്ടനസ് ആണ്. അപ്പൊ നമുക്ക് ഹൈപ്പോട്ടനസ് OP സ്ക്വയർ എന്ന് പറയുന്നതിന് എങ്ങനെ എഴുതാം? കൺസിഡറിങ് ട്രയാങ്കിൾ, ഇഫ് വി ആർ കൺസിഡറിങ് OPB എന്ന് പറഞ്ഞ ട്രയാങ്കിൾ ആണ് കൺസിഡർ ചെയ്യണമെങ്കിൽ OP സ്ക്വയറിനെ നമുക്ക് എങ്ങനെ എഴുതാം? OB സ്ക്വയർ പ്ലസ് BP സ്ക്വയർ എഴുതാലോ അല്ലെ. ഇനി നെക്സ്റ്റ് ട്രയാങ്കിൾ OAP ആണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ OP സ്ക്വയറിനെ നമുക്ക് എങ്ങനെ എഴുതാം? OA സ്ക്വയർ പ്ലസ് AP സ്ക്വയർ എന്ന് എഴുതാലോ. ഓക്കെ, അപ്പൊ രണ്ടെണ്ണം OP സ്ക്വയർ ആണ്. അപ്പൊ നമുക്ക് രണ്ട് ഇക്വേഷനും ഇക്വേറ്റ് ചെയ്യാം. ഇക്വേഷൻ 1ഉം ഇക്വേഷൻ 2 നമുക്ക് എന്ത് ചെയ്യാം? ഇക്വേറ്റ് ചെയ്യാം. ദാറ്റ് ഈസ് OA സ്ക്വയർ പ്ലസ് AP സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? OB സ്ക്വയർ പ്ലസ് BP സ്ക്വയർ ആണ്. ഇനി നമുക്കറിയാം OA എന്ന് പറയുന്നതും OB എന്ന് പറയുന്നതും ഈക്വൽ ആണ്. കാരണം എന്താണ്? ദേ ആർ റേഡിയൈ, രണ്ടെണ്ണം ഉണ്ട് അല്ലെ, റേഡിയൈ ആണ്. ഈ OAയും OBയും റേഡിയൈ ആണ്. അപ്പൊ നമുക്കിത് രണ്ട് സൈഡിലുള്ളത് എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്ത് പോകും അല്ലെ. ദെൻ എന്താ വരുന്നത്? AP സ്ക്വയർ ഈക്വൽ ടു BP സ്ക്വയർ വരും. ദാറ്റ് ഈസ് AP ഈക്വൽ ടു BP വരും. ഹെൻസ് പ്രൂഫ്. ക്ലിയർ ആണെന്ന് കരുതുന്നു. അതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ടാൻജൻസ് ഹാവ് സെയിം ലെങ്ത്. APക്കും BPക്കും സെയിം ലെങ്ത് ആണ്. ക്ലിയർ ആണെന്ന് കരുതുന്നു. സെയിം ക്വസ്റ്റ്യൻ തന്നെ വേറൊരു രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം. പ്രൂവ് ദാറ്റ് ദ ലൈൻ ജോയിൻ ഇൻ ദ സെന്റർ ആൻഡ് ദ പോയിന്റ്സ് വേർ ദ ടാൻജൻസ് മീറ്റ് ബൈസെക്ട്സ് ആംഗിൾ ബിറ്റ്വീൻ ദ റേഡിയൈ. ഓക്കെ, അത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ OP എന്ന് പറയുന്ന സൈഡ് ഈ P എന്ന ആംഗിളിനെ ബൈസെക്ട് ചെയ്യുന്നു, അതായത് ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു എന്നാണ് നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. ഒന്നുകൂടി ശ്രദ്ധിക്കുക. OP എന്ന് പറഞ്ഞ സൈഡ്, അതായത് ലൈൻ ജോയിനിങ് സെന്ററും അതുപോലെ തന്നെ ടാൻജൻസ് മീറ്റ് ചെയ്യുന്ന പോയിന്റും കൂടി മേക്ക് ചെയ്യുന്ന ലൈന് ഏതിന്? ഈ പോയിന്റിനെ, ഈ ആംഗിളിനെ ബൈസെക്ട് ചെയ്യുന്നു എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ബൈസെക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അതായത് നിങ്ങൾ പ്രൂവ് ചെയ്യേണ്ടത് OPB, അതായത് ഈ ആംഗിൾ OPB ഈക്വൽ ടു ആംഗിൾ OPA എന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. പ്രൂവ് ചെയ്യാലോ? സിമ്പിൾ ആണ്. എങ്ങനെയാണ് പ്രൂവ് ചെയ്യുക? നമ്മൾ ഓൾറെഡി ആദ്യത്തെ പ്രൂഫിൽ നമ്മൾ കണ്ടു AP എന്ന് പറയുന്നത് എന്താണെന്ന് പ്രൂവ് ചെയ്തു, BP ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. അതുപോലെ നമുക്കറിയാം OA എന്ന് പറയുന്നത് OB ആണ്. കാരണം എന്താണ്? റേഡിയസ് ആണ് അല്ലെ. ഇനി നമുക്ക് രണ്ട് റൈറ്റ് ട്രയാങ്കിൾ ആയിട്ട് കൺസിഡർ ചെയ്യാണ്. ഇപ്പൊ കൺസിഡറിങ് ട്രയാങ്കിൾ OBP ആൻഡ് ട്രയാങ്കിൾ OAP, രണ്ട് ട്രയാങ്കിളും കൺസിഡർ ചെയ്യുകയാണെങ്കിൽ രണ്ട് ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് OP എന്ന് പറയുന്നത് രണ്ടെണ്ണത്തിന്റെയും ഈക്വൽ ആണ്, സെയിം സൈഡ് ആണ് അല്ലെ. അങ്ങനെയാണെങ്കിൽ മൂന്ന് സൈഡും ഈക്വൽ ആയിട്ടുള്ള ഒരു ട്രയാങ്കിൾ ആണ് അല്ലെ. അപ്പൊ അത് നമുക്ക് സിമിലർ ട്രയാങ്കിൾസ് ആണെന്ന് പറയാം, അല്ലെങ്കിൽ ഈക്വൽ ട്രയാങ്കിൾസ് ആണെന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈക്വൽ സൈഡ്സിന്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾസ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും അല്ലെ. അപ്പൊ നമ്മളെ സംബന്ധിച്ച് OAയുടെയും OBയുടെയും ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾ ആണ് എന്ത് വരുന്നത്? OPAയും OPBയും വരുന്നത് അല്ലെ. അപ്പോ the angles OPB is opposite to the സൈഡ് ഏതാണ് വരുന്നത്? ഏത് സൈഡിന് ഓപ്പോസിറ്റ് ആണ്? OA. ആൻഡ് ആംഗിൾ OPA ഈസ് ഓപ്പോസിറ്റ് ടു ദ സൈഡ് OB അല്ലെ. OBക്ക് ഓപ്പോസിറ്റ് ആണ് OPB. അതുപോലെ OPA എന്ന് പറയുന്ന ആംഗിൾ OAക്ക് ഓപ്പോസിറ്റ് ആണ്. നമുക്കറിയാം OA ഈക്വൽ ടു OB ആണ്. Therefore, angle OPA equal to angle OPB ആണ്. Hence proof. Clear ആണെന്ന് കരുതുന്നു. Okay. മറ്റൊരു പ്രൂഫ് നമുക്ക് നോക്കാം. പ്രൂവ് ദാറ്റ് ദിസ് ലൈൻ ഈസ് പെർപെൻഡിക്കുലർ ബൈസെക്ടർ ഓഫ് കോഡ് ജോയിനിങ് ദ പോയിന്റ്സ് ഓഫ് കോണ്ടാക്ട്. ഓക്കെ, അതായത് ഇത് AB എന്ന് പറയുന്നത് ഒരു പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആണ് OPക്ക് എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അതായത് ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. OP എന്നുള്ളതിനെ സൈഡിനെ ഈക്വൽ ആയിട്ട് ആര് ഡിവൈഡ് ചെയ്യുന്നുണ്ട്? AB ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു നടുക്കൊരു പോയിന്റ് ഇടാണ് QB ഈക്വൽ ടു QA എന്ന് നമുക്ക്
പ്രൂവ് ചെയ്യേണ്ടിയിരിക്കും. അല്ലെങ്കിൽ ആംഗിള്, അതായത് PQA എന്ന് പറയുന്ന ആംഗിളും അതുപോലെ ആംഗിൾ PQB എന്ന് പറയുന്നതും എന്താണ്, 90 ഡിഗ്രി ആണെന്ന് നമുക്ക് perpendicular bisector ആണെന്ന്. ലൈൻ perpendicular bisector of the chord joining the points of contact. ഇത് രണ്ടും perpendicular bisectors ആണെന്ന് പ്രൂവ് ചെയ്യണം, 90 ഡിഗ്രി ആണെന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, നമുക്ക് എന്തറിയാം, ബൈ കൺസിഡർ നമുക്ക് രണ്ട് ട്രയാങ്കിൾസ് എടുക്കാം അല്ലെ. അതായത് QPB, കൺസിഡർ triangle QPB and triangle QPA. രണ്ട് ട്രയാങ്കിൾസ് നമുക്ക് കൺസിഡർ ചെയ്യാം. ക്ലിയർ ആണെന്ന് കരുതുന്നു, ക്വസ്റ്റ്യൻ ക്ലിയർ ആണെന്ന് കരുതുന്നു. അതായത് നമുക്ക് പ്രൂവ് ചെയ്യേണ്ട ഇവിടെ ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കണം. പ്രൂവ് ദാറ്റ് ദിസ് പെർപെൻഡിക്കുലർ ബൈസെക്ടർ ഏതാണ്, AB of the chord joining the points of contact. അതായത് ഈ കോഡ് ഒരു പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആണെന്ന് പ്രൂവ് ചെയ്യണം. എന്താണ് പെർപെൻഡിക്കുലർ ബൈസെക്ടർ? അതായത് അത് മേക്ക് ചെയ്യുന്ന ഈ രണ്ട് ആംഗിൾസും എന്തായിരിക്കണം, 90 ഡിഗ്രി ആയിരിക്കണം. അതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഫസ്റ്റ് ഈ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്തു. അതുപോലെ QAP എന്ന് പറയുന്ന ട്രയാങ്കിളും കൺസിഡർ ചെയ്തു. അങ്ങനെയാണ് നമുക്ക് എന്തായാലും ഈ രണ്ട് ആംഗിൾസും ഈക്വൽ ആണ് നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്തിട്ടുണ്ട് അല്ലെ. ആംഗിൾ QPB ഈക്വൽ ടു ആംഗിൾ QPA എന്ന് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ ഇത് ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡ്സ് ഈക്വൽ ആയിരിക്കുമല്ലോ. സോ നമുക്ക് എന്ത് എഴുതാൻ പറ്റും, QA ഈക്വൽ ടു QB എന്നത് പ്രൂവ് ചെയ്യാൻ പറ്റും അല്ലെ, ഈക്വൽ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും അല്ലെ. ഇനി നമുക്ക് എന്ത് എഴുതാം, നമുക്കറിയാം ഈ ആംഗിൾസ് ഈ രണ്ടെണ്ണം എന്താണെന്ന് അറിയാം, കോഡാണല്ലോ. ഇത് രണ്ടും കൂടി സ്ട്രെയിറ്റ് ലൈൻ ആണല്ലേ. അപ്പൊ രണ്ടും കൂടി ആഡ് ചെയ്താൽ നമുക്ക് 180 കിട്ടണം. ഇതൊരു സ്ട്രെയിറ്റ് ലൈൻ ആണല്ലോ, AB സ്ട്രെയിറ്റ് ലൈൻ ആണ്. അങ്ങനെയാണെങ്കിൽ ആ സ്ട്രെയിറ്റ് ലൈനിൽ ഉണ്ടാക്കുന്ന രണ്ട് ആംഗിൾസ് ആണ് PQA പ്ലസ് ആംഗിൾ PQB. രണ്ടും ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടണം, 180 ഡിഗ്രി കിട്ടണം ആണല്ലോ. അതായത് ഒരു സ്ട്രെയിറ്റ് ലൈനിൽ ഒരു ലൈൻ കട്ട് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന QP എന്ന് പറയുന്ന ലൈൻ കട്ട് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന രണ്ട് ആംഗിൾസ്. സോ അതെന്തായിരിക്കും, അത് ആഡ് ചെയ്യുമ്പോൾ 180 ഡിഗ്രി കിട്ടണം. നമുക്കറിയാം ഈ രണ്ട് ആംഗിൾസും എന്താണെന്നറിയാം, ഈക്വൽ ആണെന്നറിയാം. ഇത് രണ്ടെണ്ണം ആഡ് ചെയ്താൽ 180 കിട്ടണം എന്ന് നമുക്കറിയാം അല്ലെ. അതുകൊണ്ട് എന്താണ്, നമുക്ക് അതിന് ഒരേ ഒരു പോസിബിലിറ്റി ഉള്ളൂ. എന്താണ്, രണ്ട് ഈക്വൽ ആണ്, ആഡ് ചെയ്യുമ്പോൾ 180 കിട്ടണമെങ്കിൽ ഏത് ഓപ്ഷൻ ഉള്ളൂ, ആ രണ്ട് ആംഗിൾസും എന്തായിരിക്കണം, ഈക്വൽ ആയിരിക്കണം, 90 ഡിഗ്രി ആയിരിക്കണം. ക്ലിയർ ആണെന്ന് കരുതുന്നു. സോ we can write that angle PQA equal to angle PQB equal to 90 degree, hence proof. ക്ലിയർ ആണെന്ന് കരുതുന്നു. ഈ മൂന്ന് പ്രൂഫും നിങ്ങൾ എല്ലാവരും ചെയ്ത് നോക്കണം. മറ്റൊരു ദിവസം ടാൻജൻസിലെ കുറച്ചുകൂടിയും ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം, മറ്റൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഇന്ന് ഡിസ്കസ് ചെയ്ത കൺസെപ്റ്റുകളും കുറച്ച് പ്രോബ്ലംസേ ഉള്ളൂ, പ്രൂഫുകളേ ഉള്ളൂ. ഒന്ന് ചെയ്ത് നോക്കുക. വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ്. മറ്റൊരു ദിവസം കാണുന്നവരെ ബൈ.